കഴിഞ്ഞ ഒറ്റ രാത്രി കൊണ്ട് സകലരെയും ഞെട്ടിക്കുന്ന തലയെടുപ്പുള്ള ഒരു ഒത്ത നേതാവായി ഷാഫി പറമ്പിൽ മാറിയിട്ടുണ്ട്. ഇതോടെ മാങ്കൂട്ടവും അതുവരെ ഉണ്ടായിരുന്ന പേരുദോഷത്തിന്റെ കറയൊക്കെ പിഴിഞ്ഞു കളഞ്ഞ് സജീവ രാഷ്ട്രീയത്തിലൊക്കെ പട്ടാപ്പകൽ തന്റെ ഔദ്യോഗിക MLA കാറിൽ വന്നിറങ്ങുന്നതാണ് പിന്നീട് കേരളക്കര കണ്ടത്. സകല മാധ്യമപ്പടയും മാങ്കൂട്ടത്തിനെ ഒപ്പിയെടുക്കാൻ പറക്കുന്ന കാഴ്ചയും നമ്മൾ അവിടെ കണ്ടു. ഇവിടെ മറ്റൊരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട്. കേരളത്തിലെ ചെന്നിത്തലയും VD സതീഷനും സണ്ണി ജോസഫും KC വേണുഗോപാലും അടക്കം മുതിർന്ന നേതാക്കളെല്ലാം അണികളോടൊപ്പം തെരുവിലേക്കിറങ്ങി ഒരുമിച്ച് അണിനിരന്ന് പിണറായിപ്പടയുടെ കാപ്പിക്കുപ്പായക്കാരെ തുരത്തി ഓടിക്കുന്ന അപൂർവം കാഴ്ചയും നമ്മൾ ഇന്നും ഇന്നലെയുമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അബിൻ വർക്കി, ചാണ്ടിയുമ്മൻ, KM അഭിജിത്ത്, രാഹുൽ മാങ്കൂട്ടം, ലീഗിന്റെ കരുത്തുറ്റ PK ഫിറോസ് തുടങ്ങിയ യുവനിരയും ശക്തമായി തിരിച്ചടിച്ചതോടെ കോൺഗ്രസ് വലുപ്പ ചെറുപ്പമില്ലാതെ കട്ടയ്ക്ക് ഒന്നിച്ചു നിൽക്കുന്ന ഒരൊന്നൊന്നര കാഴ്ചയാണ് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ കണ്ടത്. ഒരു പരിധിവരെ ഇത് പേരാമ്പ്രയെ ഇളക്കി മറിച്ചു കേരളക്കരയെ കുലുക്കിയ ഷാഫിയുടെ രാഷ്ട്രീയ നേട്ടം തന്നെയാണിത്. അവിടെയാണ് VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് ദുബായിക്ക് പറഞ്ഞുകൊണ്ട് മിഷൻ 2026 എന്താണെന്ന് പൊട്ടിക്കുന്നത്. കാണാം. തിളക്കമാർന്ന വിജയമുണ്ടാകും. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞങ്ങളെല്ലാവരും കഠിനാധ്വാനം ചെയ്ത് 100-ലധികം സീറ്റുമായി ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് തിരിച്ചുവരും. നമ്മളൊരു മഹായുദ്ധത്തിന് പുറപ്പെടുകയാണ്. ആ മഹായുദ്ധത്തിന് പുറപ്പെടുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സൈനിക വിന്യാസമാണ്. നമുക്ക് ഏതെല്ലാം തരത്തിലാണ് നമുക്ക് ഈ യുദ്ധം ജയിക്കേണ്ടത്? ഈ യുദ്ധം ജയിച്ചേ മതിയാവും. നോ കോംപ്രമൈസ്. വെറുതെ ജയിച്ചാൽ പോലെ തിളക്കമാർന്ന വിജയമുണ്ടാകും. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞങ്ങളെല്ലാവരും കഠിനാധ്വാനം ചെയ്ത് 100-ലധികം സീറ്റുമായി ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് തിരിച്ചുവരും. നമ്മുടെ ലക്ഷ്യം നമ്മുടെ പ്രസ്ഥാനത്തിന് ശക്തി പകരുകയാണ്. നേതാക്കളല്ല, VD സതീശനും സണ്ണി ജോസഫും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലൊന്നുമല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാക്കൾ വന്നുപോകും. ഞങ്ങളടക്കമുള്ള നേതാക്കൾ വന്നുപോകും. നമ്മുടെ പ്രസ്ഥാനത്തിന് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ കാത്തുസൂക്ഷിക്കുക എന്നതാണ് നമ്മുടെ കടമ. സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതോടൊപ്പം നമ്മൾ അധികാരത്തിൽ വരുമ്പോൾ നമ്മൾ എന്തു ചെയ്യും കേരളത്തിന് വേണ്ടി എന്ന് നമ്മൾ ജനുവരിയിൽ പ്രഖ്യാപിക്കും. ഓരോ വകുപ്പിലും പ്രഖ്യാപിക്കും. ലോങ് ടൈം പെർസ്പെക്റ്റീവോടുകൂടി 2030-ലെയും 2040-ലെയും കേരളം എന്തായിരിക്കണം, ആരോഗ്യ കേരളം എന്തായിരിക്കണം, കേരളത്തിലെ വിദ്യാഭ്യാസം എന്തായിരിക്കണം, കേരളത്തിലെ വെൽഫെയർ പ്രോജക്റ്റുകളും ഡെവലപ്മെന്റ് പ്രോജക്റ്റുകളും എന്തായിരിക്കണം, പ്രവാസികളെ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി എങ്ങനെ പങ്കാളികളാക്കാൻ നമുക്ക് കഴിയും, നമ്മുടെ ഗൾഫ് നാടുകളിൽ നിന്ന് ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് നമുക്ക് എങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാൻ കഴിയും, ആ ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലിയാക്കി കേരളത്തെ നമുക്ക് എങ്ങനെ മാറ്റാൻ കഴിയും.